ഫ്രഞ്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. അവിടെ ഇങ്ങനെ ഈ ഫലം മാറി മറിഞ്ഞ് അല്ലേ വലിയ അനിശ്ചിതത്വങ്ങളൊക്കെ രാവിലെ വലതുപക്ഷ മുന്നേറ്റം ഇടത് പാർട്ടികൾക്കാണ് മുന്നേറ്റം. 2 ഘട്ടമായി നടന്ന തെരഞ്ഞെടുപ്പിൽ 182 സീറ്റുകളാണ് ന്യൂ പോപ്പുലർ ഫ്രണ്ട് നേടിയത്. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ മുന്നണിക്ക് 163 സീറ്റ് ലഭിച്ചു. തീവ്ര വലതുപക്ഷ നിലപാട് തുടരുന്ന നാഷണൽ റാലിക്ക് 143 സീറ്റ് മാത്രമാണ് നേടാനായത്. നാഷണൽ റാലി ഭരണത്തിലെത്തുമെന്നൊക്കെയാണ് ഇന്നലെ രാവിലെ വന്നിരുന്ന സൂചന. ജൂൺ 30-നും ഇന്നലെയുമായാണ് ഫ്രഞ്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഐസൻ ജോസ് ചേരുകയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഐസൻ, ഈ ചിത്രം ഇപ്പൊ നമുക്ക് കൂടി ചെറിയൊരു ആശയക്കുഴപ്പം ഉണ്ടാകും. ഇന്നലെ രാവിലെ വന്ന സൂചന അനുസരിച്ചിട്ടാണെങ്കിൽ ഈ നാഷണൽ റാലി എന്ന് പറയുന്ന തീവ്ര വലതുപക്ഷ പാർട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പാർട്ടി ഒരു പക്ഷേ ഭരണത്തിലെത്തുമെന്നും അങ്ങനെയാവുകയും തൻ്റെ പാർട്ടിക്ക് സീറ്റ് വല്ലാതെ കുറയുകയും ചെയ്യുകയാണെങ്കിൽ ഇമ്മാനുവൽ മാക്രോൺ രാജിവെച്ചേക്കും എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. ഇതിപ്പോ എന്താണ്, എങ്ങോട്ടേക്കാണ് പോകുന്നത്? 182 പാർട്ടി സീറ്റുമായി ന്യൂ പോപ്പുലർ ഫ്രണ്ട്, അത് 2 ഇടത് കക്ഷികൾ ചേർന്ന മുന്നണിയാണോ? 1. 2, മാക്രോണിന്റെ പാർട്ടിക്ക് 163 സീറ്റുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ഇതിനി മുന്നോട്ട് പോവുക? ആദ്യം അവിടുത്തെ ഒരു ഏറ്റവും ഒടുവിലത്തെ സ്കോർ നില, സീറ്റ് നില, പ്രക്ഷോഭം നടക്കുന്നുണ്ട്. അത് മറ്റൊരു വശത്ത്. പിന്നെ ഇത് മാക്രോണിന്റെ ഭാവിയെ എങ്ങനെ ബാധിക്കും? മാക്രോൺ ഒന്നുമില്ല, ഇന്ത്യയായിട്ട് അത്യാവശ്യം സൗഹൃദമുള്ളൊരു ആളാണ്. നമുക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. മാക്രോൺ സേഫ് ആണോ? അതുപോലെ തന്നെ എന്താണ് ഈ ഭരണം എങ്ങോട്ടേക്കാണ്? ഐസൻ. പ്രദീപ്, തീർച്ചയായും ഭരണം ഒരു അനിശ്ചിതാവസ്ഥയിലെത്തി എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ എല്ലാവരും തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായും മറ്റു മുന്നണികൾ തമ്മിലുള്ള ഒരു അലയൻസിലൂടെ ഭരണം നിലനിൽക്കുകയും ഭരണം തടസ്സപ്പെടാതെ മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന കാര്യം ഉറപ്പാണെങ്കിൽ കൂടി നിലവിലെ സാഹചര്യങ്ങൾ മാത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ 182 എന്ന് പറയുന്ന ലെഫ്റ്റിസ്റ്റ് മുന്നണിക്ക്, അതായത് ആ ഒരു അലയൻസിന് 182 സീറ്റുകൾ ലഭിക്കുകയും 163 ഇമ്മാനുവൽ മാക്രോൺ നേതൃത്വം നൽകുന്ന അലയൻസിന് ലഭിക്കുകയും അതുപോലെ തന്നെ ഇന്നലെ പ്രദീപ് സാർ പറഞ്ഞതുപോലെ തുടർച്ചയായി വിജയത്തിലേക്ക് പാഞ്ഞുകൊണ്ടിരുന്ന നാഷണൽ റാലി 143 തൃപ്തിപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണ്. ഇത് ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണെങ്കിലും ഇതിൽ നിന്നും ഒരു ധാരണയിലൂടെ, അതായത് കേവല ഭൂരിപക്ഷമായ 289 എത്തുന്നതിന് പൊതുധാരണകൾ ഉണ്ടാക്കേണ്ടി വരും. നമുക്കറിയാവുന്നതാണ് UPA ഗവൺമെന്റിലും അതുപോലെ തന്നെ മറ്റു അങ്ങനെ ഇത്തരത്തിലുള്ള ഇന്ത്യയിലെ തന്നെ കോമൺ മിനിമം പ്രോഗ്രാം എന്നൊക്കെ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള ചില കോമൺ മിനിമം പ്രോഗ്രാമുകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട ഒരവസ്ഥയിൽ ഇമ്മാനുവൽ മാക്രോൺ എത്തി എന്നത് തന്നെയാണ് ഇപ്പോൾ വസ്തുതകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ പ്രദീപ് സാർ പറഞ്ഞതുപോലെ ഇമ്മാനുവൽ മാക്രോണിന്റെ രാജി ഉണ്ടാകുമെന്ന വാർത്തകൾ മാത്രം പുറത്തു വരികയും തുടർന്ന് ഇന്നലെ ഏതാണ്ട് രാവിലെ തന്നെ ഇമ്മാനുവൽ മാക്രോൺ 2027 തന്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് രാജിവെക്കുന്ന പ്രശ്നമില്ല എന്ന് വളരെ കൃത്യമായി പറയുകയും ചെയ്തു. അപ്പോൾ ഇമ്മാനുവൽ മാക്രോൺ തുടരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സ്വാഭാവികമായും നേരത്തെ പ്രദീപ് സാർ പറഞ്ഞതുപോലെ ഭാരതവുമായി മികച്ച സൗഹൃദമുള്ള ഒരു രാജ്യമാണ് ഫ്രാൻസ്. സ്വാഭാവികമായും ഒരുപാട് ബന്ധങ്ങളുണ്ട്. അത് ഇന്ത്യൻ റെയിൽവേ ലോക്കോമോട്ടീവിന്റെ കാര്യത്തിലാണ് ഏറ്റവും മികച്ച ഇടപാടുകൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നത്. ഫ്രാൻസിൽ നിന്ന് ഇലക്ട്രിക് ലോക്കോമോട്ടീവുകൾ ധാരാളമായി ഇറക്കുമതി ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ സാങ്കേതിക വിദ്യ ലഭ്യമാക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. റഫേൽ വിമാനങ്ങളുടെ കഥ നമുക്കറിയാവുന്നതാണ്. സൈനിക സഹകരണത്തിന്റെ വിഷയം, അതുപോലെ തന്നെ വിവിധ വിഷയങ്ങളിലുള്ള ഒരു വിശദമായ ഒരു ബന്ധം അല്ലെങ്കിൽ ആഴത്തിലുള്ള ഒരു ബന്ധം നിലനിൽക്കുന്ന രാജ്യം തന്നെയാണ്. സ്വാഭാവികമായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മികച്ച ബന്ധം നിലനിർത്തുന്നതിൽ ഇമ്മാനുവൽ മാക്രോണിന്റെ പങ്ക് വളരെ വലുതുമായതുകൊണ്ട് തന്നെയാണ് ഈ ഭാരതത്തിനെ അതൊരു പ്രോക്സിമിറ്റി മാറ്ററായി മാറിയത്. ജേർണലിസം ഭാഷയിൽ പറഞ്ഞാൽ പ്രോക്സിമിറ്റി മാറ്ററായി ഫ്രഞ്ച് തെരഞ്ഞെടുപ്പ് മാറിയതിന്റെ അടിസ്ഥാന കാരണം ഭാരതവുമായുള്ള ബന്ധം തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായൊരു നയം അല്ലെങ്കിൽ ഒരു പുതിയ നയം ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും അതുപോലെ തന്നെ നാഷണൽ റാലി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും ഒരുപോലെ പരിഗണിക്കേണ്ടി വരും. നാഷണൽ റാലി മുന്നോട്ട് വെക്കുന്നത് ഇമിഗ്രേഷൻ തടയുക, അതായത് കുടിയേറ്റക്കാരെ ഒഴിവാക്കുക, അത്തരത്തിലുള്ള ചില കടുത്ത വലതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന നാഷണൽ റാലിയും അതുപോലെ തന്നെ ഇടതുപക്ഷ സ്വഭാവം സ്വീകരിക്കുന്ന മുന്നണിയും എല്ലാം ലെഫ്റ്റിസ്റ്റ് മുന്നണിയും എല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു പൊതുധാരയിലേക്ക് നയരൂപീകരണം വേണ്ടിവരുമെന്നതാണ് ഈ രാജ്യത്തിന്റെ ഭാവിയെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനമായ കാര്യം. അക്കാര്യത്തിന് രണ്ടാമതൊരു കടുംപിടുത്തത്തിനോ അല്ലെങ്കിൽ ഒരു കർശനമായ നിലപാട് സ്വീകരിക്കാനോ ഇമ്മാനുവൽ മാക്രോണിന് സാധിക്കില്ല എന്നതാണ് ഒരു വസ്തുത. നേരത്തെ പറഞ്ഞതുപോലെ 2 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു. ആദ്യഘട്ടം തെരഞ്ഞെടുപ്പിൽ 50% താഴെ പോളിംഗ് നടക്കുകയും നടന്ന മണ്ഡലങ്ങളിലാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ മണ്ഡലങ്ങളിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ 12.5% വോട്ട് നേടാത്ത സ്ഥാനാർത്ഥികൾക്കാർക്കും തന്നെ
രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യമല്ല. അത്തരത്തിലുള്ള രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുകളെല്ലാം തന്നെ മാറിമറിയുന്നത്. ഇത് ഫ്രഞ്ച് ജനതയുടെ ഒരു തീരുമാനം ഇവരുടെ നേരെ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കുറെ കൂടെ പ്രബുദ്ധമായി എന്നൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന ഫ്രഞ്ച് ഗവൺമെന്റിനോട് കുറെ കൂടി യാഥാർത്ഥ്യബോധത്തോടെ ജനം പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പൊതുധാരയിലേക്ക്, ഒരു പക്ഷപാതപരമായ നിലപാടുകളൊന്നുമില്ലാതെ പൊതുധാരയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാവുന്ന നയരൂപീകരണം സാധ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അതീവ ഗൗരവമായ ചില വിഷയങ്ങളെല്ലാം തന്നെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. പ്രദീപ് സർ. ശരി ഐസൻ, എന്തായാലും ത്രൂ ദ ഡേ ഇതിന്റെ അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാം. വളരെ രസകരമായി. ഇപ്പം